സൗദി, ഖത്തർ, മറ്റേ തുർക്കി, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ മേഖല അസ്ഥിരമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഖത്തറിൽ ഒരു ആക്രമണം ഇറാൻ്റേത് നടക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അൽ ഉബൈദ് താവളത്തിൽ നിന്നൊക്കെ കുറെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. അമേരിക്കൻ പൗരന്മാരോട് സ്ഥലം വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരോടും സ്ഥലം വിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അൽ ഉദൈദ് താവളം പോലെ തന്നെ ബഹ്റൈനിൽ 5th ഫ്ലീറ്റ് 5ാം കപ്പൽ വ്യൂഹം ബഹ്റൈനിൽ ഇപ്പോൾ കാത്തു കിടപ്പുണ്ട്, യുദ്ധസജ്ജമായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. അതുപോലെ ഈ അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് അത് ഈ പട്ടാള ആസ്ഥാനം, കൺട്രോൾ ആൻഡ് കമാൻഡ് സെന്ററുകൾ, ആയുധപ്പുര 24 മണിക്കൂറിനകം അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാമെന്ന് യൂറോപ്യൻ നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഈ അൽ ഉദൈദ് താവളം പോലെ ഉള്ള ഭാഗങ്ങൾ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. ഖത്തറിനെയും സൗദിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ഈ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇന്നലെ വിളിച്ചിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.